ഇനി ഡൽഹിയിലും ആഘോഷങ്ങൾ കുറവുണ്ടാകില്ല. അതിശൈത്യം ഡൽഹിയെ പിടിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞുണ്ട്, ദൃശ്യപരിധി കുറവാണ്, അതൊക്കെ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ആഘോഷം നടത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ സംശയം. ബൽറാം തന്നെ പറയട്ടെ. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയും പുതുവത്സര ആഘോഷങ്ങൾക്കായി ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടി ന്യൂ ഇയർ ആഘോഷിക്കാറുള്ള ഒരു ഇടമാണ്. അത് 1930-കൾ മുതൽ, സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ തന്നെ ഈ യൂറോപ്യൻ മാതൃകയിൽ ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കാറുള്ള ഒരു ഇടമാണ് കൊണാട്ട് പ്ലേസ്. നമുക്ക് കാണാം ദൃശ്യങ്ങൾ. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ദൃശ്യപരിധി കുറവാണ് ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ കടുത്ത മൂടൽമഞ്ഞിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് ഡൽഹിയിലെ ദൃശ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയൂ. ഇതെല്ലാം ന്യൂ ഇയർ ആഘോഷങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം. കടുത്ത അന്തരീക്ഷ മലിനീകരണം അടക്കമുള്ളവ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ ഇത്തവണ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സാധാരണ രീതിയിൽ ഡൽഹിയിൽ ഈ കൊണാട്ട് പ്ലേസും ഒപ്പം തന്നെ ഇന്ത്യ ഗേറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആളുകൾ കൂട്ടുകാരും അല്ലെങ്കിൽ കുടുംബത്തോടും ഒപ്പം ഒത്തുചേർന്ന് ന്യൂ ഇയർ ആഘോഷിക്കാറുള്ളത്. അതിനായുള്ള ഇടങ്ങളാണ്, പൊതുജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി കടുത്ത നിയന്ത്രണങ്ങൾ, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ആഘോഷങ്ങൾക്ക് ഉണ്ട്. ഇത്തവണയും വൈകിട്ട് 8 മണിവരെ മാത്രമായിരിക്കും ജനങ്ങൾക്ക് ഈ കൊണാട്ട് പ്ലേസ് മേഖലയിലെല്ലാം തന്നെ പ്രവേശനമുണ്ടാവുക. വാഹനങ്ങൾക്കും കടുത്ത നിയന്ത്രണം ഈ പ്രദേശത്തേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി നഗരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കൊണാട്ട് പ്ലേസ്, ഒപ്പം തന്നെ ഇന്ത്യ ഗേറ്റിലെയും 2 സർക്കിളുകൾ കേന്ദ്രീകരിച്ചാണ്. 9 ഏരിയൽ റോഡുകളിലെ ആ 2 ഇടങ്ങളിലും ഇത്തവണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് വൈകിട്ട് 7 മണിയോടെ. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ പരിമിതമായ അളവിൽ മാത്രമായിരിക്കും പൊതുവിടങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടാവുക. സ്വകാര്യ ഹോട്ടലുകൾ, സ്വകാര്യ ഇടങ്ങൾ, വേദികൾ എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണ കൂടുതലായും ആഘോഷങ്ങൾ ഉണ്ടാകുക. പ്രത്യേകിച്ച് ഈ ഇന്ത്യ ഗേറ്റിൽ ഉൾപ്പെടെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ നടക്കുന്നതിനാൽ കടുത്ത നിയന്ത്രണങ്ങൾ വൈകിട്ട് 7 മണിക്ക് ഡൽഹിയിൽ ഇന്ന് നടപ്പിലാകും. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.